ആലക്കുഴ. ഇക്കാര്യത്തിൽ പക്ഷേ സഭ ഒരു നിലപാട് എടുക്കേണ്ട എന്ന് തന്നെയല്ലേ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശ വിവാദമൊക്കെ ഇവിടെ ഏറെ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്തതാണ്. അത് സഭ തന്നെയായിരുന്നു അങ്ങനെ അന്ത്യകൂദാശ മത്തായി ചാക്കോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൻ്റെ രാഷ്ട്രീയ കോലാഹലം അതിപ്പോൾ അത് ഓർത്തു പോവുകയാണ്. കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ അതിൻ്റെയൊക്കെ ഒരു പാഠമുള്ളത് കൊണ്ടാകാം പാർട്ടി ഇക്കാര്യത്തിൽ ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. സഭയ്ക്കും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞത് കൂടുതൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കേണ്ട എന്നുള്ളൊരു നിലപാടല്ലേ ഉള്ളത്? ഇവിടെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, മത്തായി ചാക്കോയുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനേക്കാൾ മുമ്പായിട്ട് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട സമയം എപ്പോഴാണ്? എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണസമയത്താണ്. ഏറ്റവും കൂടുതൽ ആദരം ലഭിക്കുന്നത് ആ സമയത്താണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എം ലോറൻസ് എന്ന് പറയുന്ന ഒരു സഖാവ് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്തിമ ശുശ്രൂഷകൾ നടക്കേണ്ട ഈ ഒരു സമയത്ത് അദ്ദേഹം വിശ്വസിച്ച പാർട്ടി, ആ പാർട്ടി തന്നെ ആ വ്യക്തിയോട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് ഇതിനെ നമ്മൾ ആദ്യമായി തന്നെ വിധിയെഴുതുന്നത്. കാരണം ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ അപമാനിച്ചു വിടുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടി അധപ്പതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെയാണ് മത്തായി ചാക്കോയുടെ വിഷയം ഏറ്റവും കൂടുതൽ പ്രസക്തമായി വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് മത്തായി ചാക്കോ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ അന്ത്യയാത്രയിൽ എല്ലാ തരത്തിലുള്ള സഭ അനുശാസിക്കുന്ന എല്ലാവിധ കർമ്മങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും പള്ളി സെമിത്തേരിയിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള കൗതാശികമായിട്ടുള്ള ബ്ലെസ്സിങ്സോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ്, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ എം ലോറൻസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു ആദരം ലഭിക്കുന്നു. അതിനു പകരം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള ഇവിടെ പകപോക്കലുകൾക്ക് ഇത് വേദിയാക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം ലോറൻസ് സാറിന് ഏതാണ്ട് 100-നടുത്ത് വയസ്സുണ്ട്, 95-ഓ 97-ഓ വയസ്സുണ്ട്. അദ്ദേഹം ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ക്രിസ്ത്യാനിയായ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നത് എവിടെയാണ്? ഒരു പള്ളിയിൽ മാമോദീസ തൊട്ടിയിൽ സഭ ഔദ്യോഗികമായി നൽകുന്ന കൗതാശികമായിട്ടുള്ള ഒരു ചടങ്ങിലൂടെയാണ് ഒരു സഭയിൽ അദ്ദേഹം അംഗമാകുന്നതും അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നതും. അദ്ദേഹം ക്രിസ്ത്യാനിയായി എന്നുള്ളത് അദ്ദേഹത്തിന് മാമോദീസ കിട്ടി എന്നുള്ള ഒരു തെളിവ് മാത്രമല്ല. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു, ഒരാളെ മരിച്ചുപോയി. ഇപ്പോൾ 3 മക്കളുണ്ട്, സജീവനുണ്ട്, ആൽബിയുണ്ട്, ആശയുണ്ട്. ഇവരെ 3 പേരെയും ഇദ്ദേഹം ഇതേ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ഇതേ കാലയളവിൽ തന്നെ അദ്ദേഹം പള്ളിയിൽ മാമോദീസ മുക്കി. കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്കും ഇവരുടെ പള്ളി സാക്ഷിയാണ്. ഇവരുടെ പള്ളി കണക്കുകളിൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള ചടങ്ങുകളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ സഭ അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്ക് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച ഒരു സഖാവ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടും ആ ക്രിസ്ത്യാനിറ്റി എന്ന തനിമയിൽ അദ്ദേഹം വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് അവരുടെ മക്കളെ ആ വിശ്വാസത്തിൽ വളർത്തിയതും അവരുടെ കൊച്ചുമക്കളെ ആണെങ്കിൽ പോലും എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ അദ്ദേഹം മുന്നോട്ട് പോയി. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം മരണമടഞ്ഞ ഒരു സമയത്ത് എവിടെ നിന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് എങ്ങനെയാണ് വന്നത്? പക്ഷെ അത് അദ്ദേഹത്തിന്റെ അഭിലാഷം അതാണ്, ഈ മെഡിക്കൽ പഠനത്തിന് വേണ്ടി മൃതദേഹം കൈമാറണം. ഇത് അദ്ദേഹത്തിന്റെ 2 മക്കൾ തന്നെ പറയുകയാണ്. അതനുസരിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കുകയാണ്.
അപ്പോൾ അവിടെ പാർട്ടിയെ താങ്കൾ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നത് പാർട്ടിക്ക് ഒരു ഇരട്ടത്താപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ സഭയ്ക്കും അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഇപ്പോൾ നിരീശ്വരവാദികളാണെങ്കിൽ, സഭയ്ക്കെതിരായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ, പള്ളിയിൽ വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ പള്ളിയിൽ സംസ്കാരം അനുവദിക്കുകയില്ല, പള്ളി സെമിത്തേരിയിൽ പറ്റുകയില്ല എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന്. അങ്ങനെ ലോറൻസിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുമില്ലല്ലോ ഈ മാനസാന്തരമൊന്നും. അല്ല, തീർച്ചയായിട്ടും സംഭവിച്ചിട്ടില്ല. ഒരു കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എത്രമാത്രം ക്രിസ്ത്യാനിയായി ജനിക്കുകയും അതിനുശേഷം നിരീശ്വരവാദിയായി അവർ ജീവിക്കുകയും ചെയ്താലും അദ്ദേഹത്തിന്റെ മരണസമയം വരെ, കണ്ണടയുന്ന ആത്മാവ് വേർപെടുന്ന സമയം വരെ മാനസാന്തരത്തിനുള്ള ഒരു 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 യോഗ്യത കത്തോലിക്ക സഭ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന അവരുടെ ഒരു നിലപാടാണത്. ഇത്ര നാളെ നമ്മൾ ജീവിച്ച ജീവിതം തെറ്റായി പോയി, പക്ഷേ ഞാൻ ഈ സമയത്ത് മാനസാന്തരപ്പെടുന്നു, സഭയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് ആ ഒരു ആത്മാവ് മരണസമയം വരെ എത്തിപ്പെട്ടാൽ അദ്ദേഹത്തെ 100% അദ്ദേഹം നിരീശ്വരവാദിയാണെങ്കിലും പള്ളി സെമിത്തേരിയിൽ അടക്കമായിരുന്നു. ഈ ഏറ്റവും അടുത്ത കാലത്താണ് സഭയിൽ അത്തരത്തിലൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ തെന്മാടിക്കുഴിയിൽ അടക്കുന്ന ഒരു ശീലം നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു. എവിടെയാണ് മാറ്റം വന്നത്? അപ്പോ സഭ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് വളരെ വിശാലമായ ഒരു, പക്ഷെ അതിനൊരു മാനസാന്തരം എം ലോറൻസിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ അവിടെയാണ് അവകാശങ്ങൾ, ആരുടെ അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? പാർട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണോ, അതോ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണോ? പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണോ? രാഷ്ട്രീയമായ പകപോക്കലുകൾക്ക് ഒരു 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 മനുഷ്യന്റെ മൃതദേഹം ഇട്ട് വിലപേശണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവിടെ ആരും സംസാരിക്കുന്നില്ല. അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടത് രക്തബന്ധങ്ങളുടെ അവകാശങ്ങളാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത്. അത് കഴിഞ്ഞ പാർട്ടിയുള്ളൂ. ഒരാൾ ഈ എം എൻ ലോറൻസ് എന്ന് പറയുന്ന സഖാവ്, അദ്ദേഹം ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് പോയത്. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മക്കളെ ഇതേ പീരീഡ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതേ പീരീഡിൽ തന്നെയാണ് അദ്ദേഹം മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിയത്. അദ്ദേഹം തികഞ്ഞ ക്രൈസ്തവ വിരോധി ആയിരുന്നുവെങ്കിൽ, ക്രിസ്ത്യാനിറ്റിക്ക് പരിപൂർണമായി എതിരായിരുന്നെങ്കിൽ, കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച് ഞാൻ എല്ലാ തരത്തിലും ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകലെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഒരു നേർസാക്ഷ്യം എം എൻ ലോറൻസ് എന്ന് പറയുന്ന സഖാവ് കൊടുത്തിട്ടില്ല. ശരി ശരി ശ്രീ ഡോക്ടർ ബി ജയരാജ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റ്